ഒരു സിമ്പിളായുള്ളൊരു ചിക്കൻ പെരട്ടുണ്ടാക്കുന്ന റെസിപ്പി കേട്ടത്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ചധികം വേണം കേട്ടോ. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഇതൊന്ന് കാണിക്കണേ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുഴുവനായി എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ ഇഞ്ചി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണേ. ഇഞ്ചി ചതച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗരം മസാല കേട്ടോ. ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു ലോ ടു മീഡിയം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഇങ്ങനെ എൻ്റെ അമ്മ പണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഒന്നും ഇങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. അപ്പം ഞാനിങ്ങനെ പണ്ടത്തെ ഓരോ രീതി ഇങ്ങനെ ആലോചിച്ചെടുത്തപ്പോൾ കിട്ടിയതാട്ടോ. അപ്പം ഞാൻ ആ രീതിക്കൊന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെക്കുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ വെക്കാറുണ്ടായിരുന്നത്. പിന്നെ വേറെ ഇതൊന്നും എണ്ണ ഒഴിക്കാതെ മുറിച്ചിട്ട് എല്ലാം കൂടി വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കും. അത് അങ്ങനെയും വേവിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി തീയൊന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു മീഡിയം. ഇനി അതിലൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇത് തുറന്ന് നോക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ മൺചട്ടി ആയതുകൊണ്ടേ ലോ ഫ്ലെയിമിലിടാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കും. കാരണം വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ നമ്മൾ. കണ്ടില്ലേ, ഇതിലിപ്പോൾ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വറ്റണം. ചിക്കനൊക്കെ വെന്തൊന്ന് വറ്റി നല്ല ഒരുപാട് ഡ്രൈ അല്ല, ഒരു റോസ്റ്റ് പോലെ ആവണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടച്ച് വെക്കുന്നുണ്ട്. ഇനി അവിടെ കിടന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ്ട് വരട്ടെ. ഇപ്പം നമ്മുടെ കറി ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര വറ്റിയാൽ മതി. കുറച്ച് ചാറ് വേണം. ഇനി ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓഫ് ചെയ്താൽ ഒന്നും കൂടി കുറുകും കേട്ടോ. കുറുകി വറ്റി വരിക. അപ്പോൾ കരിവേപ്പിലെല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണേ. ഞാൻ നേരത്തെ ആ അടുപ്പത്ത് പിന്നെ ഒന്നുമില്ല. അപ്പം ഞാൻ അവിടേക്ക് മാറ്റി വെച്ചതായിരുന്നു. അപ്പം ഞാനിത് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. അടച്ചിട്ട് ഓഫ് ചെയ്തു. ഇനി ആ ചൂടിൽ കിടന്നിട്ട് ഇനി ഒന്ന് നന്നായി വെന്തോളും.